നമസ്കാരം. PV അൻവർ മലപ്പുറത്ത് പോലീസ് അസോസിയേഷന്റെ ആ സമ്മേളനത്തിലാണ്, ആ ഒരു പ്രോഗ്രാമിലാണ് പോലീസിനെതിരെ അടി തുടങ്ങിയത്. നിലവിലുള്ള എസ് പിക്കെതിരെയാണ് അടി തുടങ്ങിയത്. പിന്നെ അത് നീങ്ങി സുജിദാസിലേക്ക് എത്തി, മുൻ SP സുജിദാസിലേക്ക് എത്തി, പിന്നെ ADGP എത്തി. അങ്ങനെ സകല പ്രശ്നമായി ഇപ്പോൾ പോലീസ് തലപ്പത്ത് മുഴുവൻ തലവേദനയായി PV അൻവർ നിലകൊള്ളുകയാണ്. അതിനിടയിൽ ഇന്നൊരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ്. സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യം കേരള പോലീസ് മര്യാദയ്ക്ക് അന്വേഷിച്ചില്ല എന്നും, 2 അന്വേഷണം കഴിഞ്ഞിട്ട് 3ാമത്തെ അന്വേഷണത്തിലോ മറ്റോ ആണ് അത് ശരിക്കും അന്വേഷിച്ചെന്നും പ്രതിയെ പിടിച്ചതെന്നൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ടു. മാത്രമല്ല, അന്ന് സന്ദീപാനന്ദഗിരിയെ, അതായത് PK ഷിബു എന്നൊരു പേരിട്ടിട്ട് ആ PK ഷിബുവിനെ കത്തിക്കും എന്നല്ലെങ്കിൽ അദ്ദേഹത്തെ വകവരുത്തും എന്ന നിലയിലുള്ള ഭീഷണി പോലും വന്നിരുന്നു. ഒരു വേള CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയായിരുന്നു അത്. സന്ദീപാനന്ദഗിരി തന്നെ ആശ്രമം സ്വയം കത്തിച്ചതാണെന്നും വാഹനം സ്വയം കത്തിച്ചതാണെന്നും ഒക്കെ ശ്രുതി പരന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സന്യാസി എന്ന നിലയിൽ അദ്ദേഹവും അതുപോലെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം എന്ന നിലയിൽ CPM-ഉം ഒരുപാട് പ്രതിരോധത്തിലായ ഒരു സന്ദർഭമായിരുന്നു അത്. എന്നാൽ അതിനുശേഷം മുഖ്യമന്ത്രിക്ക് തന്നെ മനസ്സിലായി ഇത് ആശ്രമം കത്തിച്ചതും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്തത് മറ്റൊരു വിഭാഗമാണ് എന്ന്. ഏതായാലും നമുക്ക് PV അൻവർ പറയുന്നത് നോക്കാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായ പോലീസ് നടത്തിയ ഈ ഗവൺമെൻറ്റിനെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കാൻ വേണ്ടി പ്രതികളെ രക്ഷപ്പെടുത്താൻ നടത്തിയ വളരെ ബുദ്ധിപരമായ നീക്കവും എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? മുഖ്യമന്ത്രി പിണറായി വിജയനും ആഭ്യന്തരമന്ത്രിയും എല്ലാം അന്നു മുതൽ തന്നെ കഴിവുകെട്ടവരാണ് എന്നല്ലേ ഈ ഒരു വാർത്താ സമ്മേളനത്തിന്റെ ഈ ഒരു ഭാഗം പരിശോധിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതായത് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ കേരളത്തിന്റെ ഇടതുപക്ഷ മന്ത്രി പരാജയമാണ് എന്ന് സമ്മതിക്കുകയാണ്. പോലീസ് സേനയിൽ എന്താണ് നടക്കുന്നത്, പോലീസ് മേധാവികൾ ആർക്കു വേണ്ടിയാണ് പണിയെടുക്കുന്നത് എന്ന് പോലും അന്വേഷിക്കാൻ സമയമില്ലാത്ത, അത്തരം കാര്യങ്ങളൊന്നും അറിയാത്ത ഒരു ആഭ്യന്തരമന്ത്രിയാണോ ആ സമയത്ത് കേരളം ഭരിച്ചുകൊണ്ടിരുന്നത്? ആണെന്നുണ്ടെങ്കിൽ CPM എന്ന് പറഞ്ഞ ആ പാർട്ടി ഇവിടെ ഭരണം അവസാനിപ്പിച്ച് രാജിവെച്ച് മറ്റെന്തെങ്കിലും പണിക്ക് പോകണം എന്ന നിലയിലേക്കാണ് പോകുന്നത്. നോക്കാം. കഴിഞ്ഞ 3-4 ദിവസങ്ങളായി RSSന്റെ നേതാവിനെ ADGP അജിത് കുമാർ കണ്ടതുമായി ബന്ധപ്പെട്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് ആ സമയത്ത് തന്നെ നൽകിയിരുന്നെന്നും, എന്നിട്ടും എന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിൽ നടപടിയെടുക്കാതിരുന്നത് എന്നും കഴിഞ്ഞ ഒരു 3-4 ദിവസമായി സംസ്ഥാനത്ത് ചർച്ചയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അതിൻ്റെ ഉത്തരവാദിത്വം, അതിൻ്റെ കുറ്റപ്പെടുത്തലുകളുമാണ് ഇപ്പോഴും TV ചാനലിൽ നിറയുന്നത്. നിങ്ങളറിയേണ്ടത് ആ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2ാമത് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിക്കുമ്പോഴാണ് ആ വിവരം അറിയുന്നത്. സംസ്ഥാനത്തിന്റെ ആഭ്യന്തര സുരക്ഷ അല്ലെങ്കിൽ ക്രമസമാധാന പ്രശ്നം അത് സുരക്ഷിതമായി നിലനിർത്തുന്നതിന് തടസ്സം നിൽക്കുന്ന പോലീസ് സേനയിലെ ഉന്നതന്മാരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെ പോലീസ് സേനയുടെ ഉന്നത സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ച് അവരെ സംരക്ഷിച്ച് പോറ്റുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനമാണ് ഇവിടെ കേരളത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല, എന്താ മനസ്സിലാക്കേണ്ടത്? RSSന്റെ സംസ്ഥാന നേതാവിനെ ADGP നേരിട്ട് പോയി കണ്ടു. അതും ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നു. ആ ഇന്റലിജൻസ് റിപ്പോർട്ട് പോലീസ് പൂഴ്ത്തിവെച്ചു, മുഖ്യമന്ത്രി കാണാതെ പൂഴ്ത്തിവെച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി അറിയാതെ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി അറിയാതെ ഇവിടെ എന്തും ചെയ്യാൻ പറ്റും എന്നതല്ലേ ഇവിടുത്തെ അവസ്ഥ? ഈ സംസ്ഥാനത്തെ മുഴുവൻ കുട്ടിച്ചോറാക്കിയാലും, ഈ സംസ്ഥാനം മുഴുവൻ കത്തിച്ചാലും ഈ മന്ത്രിമാരാരും അറിയില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? പ്രത്യേകിച്ച് CPM മന്ത്രിസഭ അതൊന്നും അറിയില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? എല്ലാം കത്തിക്കഴിഞ്ഞ ശേഷം അവസാനമായിരിക്കും അവർ അറിയുക എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുടങ്ങുമ്പോൾ അത് അറിയണ്ടേ? ഇന്റലിജൻസ് വിഭാഗം എന്ന് പറഞ്ഞാൽ എന്താ? ആ റിപ്പോർട്ട് തന്നെ പൂഴ്ത്തിവെച്ചു എന്ന് പറയുമ്പോൾ എന്തിനാണ് പിന്നെ ഇങ്ങനെ ഒരു ഭരണ സംവിധാനം ഇവിടെ? നമ്മൾ മനസ്സിലാക്കുന്നത് അത്തരത്തിൽ കഴിവുകെട്ട അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടത്തിന് മാത്രം പ്രവർത്തിക്കുന്ന ഈ സംസ്ഥാനത്ത് നിരപരാധികളെ ക്രൂശിക്കുന്ന ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആ കാലഘട്ടത്തിലാണ് ഷാജൻസ്കറിയെ ഇതേ ADGP തന്നെ ഇവരൊക്കെ തന്നെ ചേർന്നിട്ടാണ് പീഡിപ്പിച്ചത്. അന്നും നേതൃത്വം കൊടുത്തത്, ഈ പത്രസമ്മേളനം കൊടുത്ത PV അൻവറാണ് എന്നുള്ളതാണ് ഒരു വിരോധാഭാസം. അദ്ദേഹം ADGPയോട് കൽപ്പിച്ചു.
ADGPയുടെ അന്നത്തെ ഈ പറഞ്ഞ രഹസ്യങ്ങൾ, അതായത് ഇന്റലിജൻസിന്റെ വിവരങ്ങൾ ഒരുപക്ഷെ മുഖ്യമന്ത്രിയിൽ എത്തിക്കുന്നില്ല എന്നുള്ള വിവരങ്ങൾ PV അൻവറിന് അന്നേ അറിയുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വെച്ചിട്ടായിരിക്കും ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ പത്രസമ്മേളനം വിളിച്ച് പറയും എന്നൊക്കെ പറഞ്ഞ് ADGPയെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി ഈ ഷാജൻ സ്കറിയക്കെതിരെ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റുള്ളവർക്കെതിരെ പിന്നാലെ പറഞ്ഞു വിട്ടു എന്ന് സംശയിച്ചു കഴിഞ്ഞാൽ തെറ്റു പറയാൻ പറ്റുമോ? പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അന്ന് ഇത് ഇദ്ദേഹത്തിന് അറിയാമായിരുന്നുണ്ടെങ്കിൽ എന്തേ ഇപ്പോ ഇത് പുറത്തുവിടുന്നത്? ഇപ്പോ ഒന്നാം ഘട്ടം കഴിഞ്ഞ് ഈ ഷാജൻ സ്കറിയെ പോലുള്ള കേസുകൾ, അതുപോലുള്ള കേസുകൾ പ്രാഥമിക തലത്തിൽ മാത്രമേ പോലീസിന് ഇടപെടാൻ പറ്റൂ. അത് കോടതി തലത്തിൽ ഇടപെട്ട് തുടങ്ങുമ്പോൾ പിന്നെ അതുമേ കയറി ചൊറിയണമെങ്കിൽ പോലീസിന്റെ പണി തെറിക്കും. അപ്പോൾ ആ സന്ദർഭത്തിൽ PV അൻവറിന് ആ കേസുകളിൽ പിടിമുറുക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ പുതിയ കേസിട്ട് അതുപോലെ പിടിക്കുന്നുമില്ല. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ADGP അജിത് കുമാറുമായിട്ട് കലിപ്പുണ്ടായി. അങ്ങനെ കലിപ്പുണ്ടായതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന് പുറത്താക്കണമെന്ന് പറഞ്ഞ് നടക്കുന്നത്. അപ്പോൾ ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് പിണറായിയിൽ എത്തിയിട്ടില്ല എന്നുള്ള ഒരു വീഴ്ച നേരത്തെ തന്നെ PV അൻവറിന് അറിയാമായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആരാണ് ഇവിടെ കുറ്റക്കാരൻ? യഥാസമയം സർക്കാരിനെ താൻ നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ താനും കൂടി ഭാഗഭാക്കായിട്ടുള്ള ആ ഒരു ഭരണ സംവിധാനത്തെ അറിയിച്ചില്ല എന്ന കുറ്റം PV അൻവറിലും ഇല്ലേ? ഇത് സംബന്ധിച്ച് PV അൻവർ പത്രസമ്മേളനത്തിൽ ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു സംശയം കൂടി ഉന്നയിച്ചിട്ടുണ്ട്. ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടരുത് എന്ന് ഉദ്ദേശിച്ച ADGP അജിത് കുമാറും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിരിക്കും അത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് യാഥാർത്ഥ്യങ്ങൾ. ഈ റിപ്പോർട്ട്, ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചതിന്റെ പ്രധാന കാരണം ഭരണ സംവിധാനം അറിയാതെ, മുഖ്യമന്ത്രി അറിയാതെ, ആഭ്യന്തരമന്ത്രി അറിയാതെ ഈ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചതിന്റെ കാരണക്കാരെന്ന് പറയുന്നത് ADGP അജിത് കുമാറും പാർട്ടി പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുമാണ് എന്ന്. ഇത് കേൾക്കുന്ന ഈ വാർത്ത, PV അൻവറിന്റെ ഈ പ്രസ്താവന കേൾക്കുന്ന നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? കേരളത്തില് മാത്രമാണ് ഇപ്പോൾ CPM ഒരല്പമെങ്കിലും ബാക്കിയുള്ളത്. ലോകത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പാർട്ടിയായി CPM അധികാരത്തിൽ വന്നത് ഇവിടെയാണ്, നമ്മുടെ കേരളത്തിലാണ്. ബാക്കിയുള്ളിടത്ത് അങ്ങനെ കയറി വന്നതല്ല. തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നത് നമ്മുടെ കേരളത്തിലാണ്. ഇന്ത്യയിൽ ഇന്ന് അവശേഷിക്കുന്ന ഒരു ഭരണം, CPMന്റെ നേതൃത്വത്തിൽ ഒരു ഭരണം ഉള്ളതും ഇതേ കേരളത്തിലാണ്. ആ കേരളത്തിൽ ഈ ഭരണത്തോടു കൂടി CPMന്റെ കഥ കഴിഞ്ഞു എന്നല്ലേ അൻവറിന്റെ ഈ പ്രസ്താവനയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതായത് അത്രത്തോളം കുത്തഴിഞ്ഞാണ് കേരളത്തിലെ CPMന്റെ ഈ ഒരു വിഭാഗം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഒരു വശത്ത്, പാർട്ടി സെക്രട്ടറി വേറൊരു വശത്ത്, മുഖ്യമന്ത്രി അറിയാതെ പാർട്ടി സെക്രട്ടറി കളിക്കുന്നു. അതുപോലെ പാർട്ടി നേതാക്കൾ മറ്റുള്ളവരെല്ലാം ഭരണ സംവിധാനത്തോട് എതിരി നിൽക്കുന്നു. അതായത് പാർട്ടി തന്നെ പല പങ്കായിട്ട് തോന്നിയതുപോലെ ചെയ്യുന്നു. പാർട്ടിയെയും ഈ സംസ്ഥാനത്തെ നശിപ്പിക്കുന്ന രീതിയിൽ പോലീസ് സേനയെ പോലും നിയന്ത്രിച്ചുകൊണ്ട് മറ്റൊരു വഴിയിലേക്ക് നടത്തുന്നു. ഇതൊക്കെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? PV അൻവറിന്റെ ഈ പത്രസമ്മേളനം കണ്ടപ്പോൾ, ഇന്നത്തെ പത്രസമ്മേളനത്തിൽ നിന്ന് എനിക്കതൊക്കെയാണ് മനസ്സിലായത്. അദ്ദേഹം ആരോപിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, സംഗതിയൊക്കെ ശരി. പക്ഷെ അത് വിശദമായി കേൾക്കുമ്പോൾ, ആലോചിച്ച് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് CPMന്റെ കാലം കഴിഞ്ഞു എന്നാണ്. അതായത് ഇത്രത്തോളം കഴിവുകെട്ട ഒരു സർക്കാർ ഇതുവരെ കേരളം ഭരിച്ചിട്ടില്ല എന്നും ഇനിയൊട്ട് ഭരിക്കാൻ പോകുന്നില്ല എന്നും CPM എന്ന് പറയുന്നത് ഇതോടുകൂടി തീരുമെന്നും ഒക്കെയാണ് ഈ പത്രസമ്മേളനം കേട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്.